ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് HSC UPSC പോലുള്ള എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ മുമ്പേ നമ്മൾ കെമിസ്ട്രിയിലെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക. വീഡിയോ മൊത്തത്തിൽ കാണുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആസിഡുകൾ. ഈ ആസിഡുകൾക്ക് 3 തത്വങ്ങളാണുള്ളത്, 3 പ്രിൻസിപ്പിൾസാണ് ആസിഡിനുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് അറീനിയസ് തത്വം അല്ലെങ്കിൽ അറീനിയസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനു മുമ്പേ രണ്ടാമത്തെ തത്വമാണ് ലോറി ബ്രോൺസ്റ്റഡ് തത്വം അല്ലെങ്കിൽ ലോറി ബ്രോൺസ്റ്റഡ് പ്രിൻസിപ്പിൾ. മൂന്നാമത്തേതാണ് ലൂയിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലൂയിസ് തത്വം. അപ്പോൾ ഏതൊക്കെയാണ് ആസിഡിൻ്റെ തത്വങ്ങളാണ്? അറീനിയസ് തത്വം, ലോറി ബ്രോൺസ്റ്റഡ് തത്വം, ലൂയിസ് തത്വം. അറീനിയസ് തത്വം, ലോറി ബ്രോൺസ്റ്റഡ്, അതുപോലെ തന്നെ ലൂയിസ്. ഓക്കെ, ഇനി ആദ്യത്തെ തത്വമായ അറീനിയസ് തത്വം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അറീനിയസ് പ്രിൻസിപ്പിൾ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ചില പദാർത്ഥങ്ങൾക്ക് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുണ്ട്. എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ചില പദാർത്ഥങ്ങൾക്ക് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുണ്ട്. ഈ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറീനിയസ് തത്വത്തിൽ ഈ ആസിഡുകളെ നമ്മൾ പറയുന്നത് അറീനിയസ് ആസിഡുകൾ എന്നാണ്. എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ചില പദാർത്ഥങ്ങൾക്ക് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുണ്ട്. ഈ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ അല്ലെങ്കിൽ അറീനിയസ് ആസിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജലത്തിലേക്ക് OH- അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ബേസുകൾ അല്ലെങ്കിൽ അറീനിയസ് ബേസുകൾ എന്ന് അറിയപ്പെടുന്നത്. ജലത്തിൽ ലയിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുണ്ട്. അവയാണ് നമ്മൾ അറീനിയസ് ആസിഡുകൾ എന്ന് പറയുന്നത്. പക്ഷേ ജലത്തിലേക്ക് OH- അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ബേസുകൾ അല്ലെങ്കിൽ അറീനിയസ് ബേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അറീനിയസ് തത്വം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള ലോറി ബ്രോൺസ്റ്റഡ് പ്രിൻസിപ്പിളാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോറി ബ്രോൺസ്റ്റഡ് തത്വമാണ്. അപ്പോൾ ലോറി ബ്രോൺസ്റ്റഡ് തത്വത്തിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ്? ജലത്തിലേക്ക് H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ അല്ലെങ്കിൽ ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. അതായത് ജലത്തിലേക്ക് H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി H+ അയോണുകളെ സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ബേസുകൾ അല്ലെങ്കിൽ ലോറി ബ്രോൺസ്റ്റഡ് ബേസുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ പോലെ തന്നെ, അറീനിയസ് പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ തന്നെ ലോറി ബ്രോൺസ്റ്റഡിലും എങ്ങനെ തന്നെയാണ് H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളത് ലോറി ബ്രോൺസ്റ്റഡ് ആസിഡുകളും H+ അയോണുകളെ സ്വീകരിക്കാൻ കഴിവുള്ളത് ലോറി ബ്രോൺസ്റ്റഡ് ബേസുകളുമാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ലൂയിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലൂയിസ് തത്വം. ഇവിടെ എന്താ പറയുന്നത്? ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ബേസുകൾ അല്ലെങ്കിൽ ലൂയിസ് ബേസുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ബേസുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ അല്ലെങ്കിൽ ലൂയിസ് ആസിഡുകൾ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ആസിഡുകളിലെല്ലാം പൊതുവായി അടങ്ങിയിരിക്കുന്ന ഒരു മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയിട്ട് ഒരുപാട് ഇപ്പോൾ HSC UPSCയിലല്ല, ഒരുപാട് ബാക്കിയുള്ള PSC എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ആസിഡുകളിലെല്ലാം പൊതുവായി അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. H+ അയോണുകൾ ഇല്ലാത്ത ആസിഡ് ഏതാണ്? H+ അയോണുകൾ ഇല്ലാത്ത ആസിഡാണ് ലൂയിസ് ആസിഡുകൾ. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ലൂയിസ് ആസിഡ്? ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ലൂയിസ് ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ H+ അയോണുകൾ ഇല്ലാത്ത ആസിഡാണ് ലൂയിസ് ആസിഡുകൾ. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് അറിയപ്പെടുന്ന പേരാണ് സൂചകങ്ങൾ. നമുക്ക് കിട്ടുന്ന ഒരു ലായനി അത് ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സൂചകങ്ങൾ. അപ്പോൾ സൂചകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ലായനി ആസിഡാണോ അതോ ബേസാണോ എന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. എന്താണ്? ലിറ്റ്മസ് ടെസ്റ്റ്. ലിറ്റ്മസ് പേപ്പർ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തു വരുന്നതാണ് അല്ലേ. അപ്പോൾ എന്താ ലിറ്റ്മസ് ടെസ്റ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ടാക്കുന്നത്? നമുക്ക് നോക്കാം.
ലൈക്കൺ എന്ന ചെടിയുടെ കറയിൽ നിന്നാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. എന്താണ്? ലൈക്കൺ എന്ന ചെടിയുടെ കറയിൽ നിന്നുമാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇനി ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചോപ്പാക്കുന്നുണ്ട് അല്ലേ? ബ്ലൂ ടു റെഡ് ആണ് എന്ത്? ആസിഡുകൾ അല്ലേ? ആസിഡിൽ ലിറ്റ്മസിൻ്റെ നിറം എന്താണ്? ചുവപ്പ് കളറാണ്. അതായത് ആസിഡുകളാണെന്നുണ്ടെങ്കിൽ അത് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ബേസുകൾ എന്താ ചെയ്യുന്നത്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. കൺഫ്യൂഷൻ ആകരുത്, രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ബേസിൽ ലിറ്റ്മസിൻ്റെ നിറം എന്താണ്? നീലയാണ്. ആസിഡിൽ ലിറ്റ്മസിൻ്റെ നിറം റെഡാണ്. ബേസിൽ ലിറ്റ്മസിൻ്റെ നിറം എന്താണ്? നീലയാണ്. ഇനി അടുത്തതാണ് മീഥൈൻ ഓറഞ്ച്. എന്താ? ആസിഡുകൾക്ക് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമാണ് ഉള്ളത്. ആസിഡുകളുടെ നിറം എന്താണ്? ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം. ഇനി ബേസുകൾക്കാണെന്നുണ്ടെങ്കിൽ മഞ്ഞ നിറമാണ് ഉള്ളത്. ആസിഡുകൾക്ക് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറവും ബേസുകൾക്ക് മഞ്ഞ നിറവും. അടുത്തതാണ് ഫിനോഫ്തലിൻ. എന്താ ഫിനോഫ്തലിൻ? ആസിഡിന് നിറമില്ല. ഇപ്പം നമ്മൾ സൂചകങ്ങളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ പറയുന്നത് ഏതാണ്? ഫിനോഫ്തലിനാണ്. ഫിനോഫ്തലിനാണെന്നുണ്ടെങ്കിൽ അതിൽ ആസിഡുകൾക്ക് എന്താണ്? നിറം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബേസിന് പിങ്ക് നിറമായിരിക്കും. ഫിനോഫ്തലിനാണെന്നുണ്ടെങ്കിൽ ആസിഡിന് നിറം ഉണ്ടാവില്ല, ബേസിന് പിങ്ക് നിറമായിരിക്കും. ദെൻ ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാണ്? ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡാണ് ഏറ്റവും വീര്യം കൂടിയ ആസിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡാണ് പ്രൂസിക് ആസിഡ്. ഈ പ്രൂസിക് ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോസയാനിക് ആസിഡ് എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡാണ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന് പറയുന്നത്. ഏറ്റവും ക്രിയാശീലത കൂടിയ ആസിഡാണ് പെർക്ലോറിക് ആസിഡ്. പെർക്ലോറിക് ആസിഡ് ഏറ്റവും ക്രിയാശീലത കൂടിയ ആസിഡാണ് പെർക്ലോറിക് ആസിഡ്. അതുപോലെ തന്നെ ഏറ്റവും ക്രിയാശീലത കുറഞ്ഞ ആസിഡ് പ്രൂസിക് ആസിഡാണ്. പ്രൂസിക് ആസിഡിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡും പ്രൂസിക് ആസിഡാണ്. ഏറ്റവും ക്രിയാശീലത കുറഞ്ഞ ആസിഡും പ്രൂസിക് ആസിഡാണ്. അടുത്തത് ഏറ്റവും മധുരമുള്ള ആസിഡ്. ഏറ്റവും മധുരമുള്ള ആസിഡാണ് ഏത്? സുക്രോണിക് ആസിഡ്. സുക്രോണിക് ആസിഡ്, സുക്രോസ് അല്ലേ? സുക്രോണിക് ആസിഡാണ് ഏറ്റവും മധുരമുള്ള ആസിഡ്. ഓക്കെ, അടുത്തത് നമ്മൾ ആസിഡുകളാണ് നോക്കുന്നത്. അതായത് ഓരോ സംഭവങ്ങളിലും ഏതൊക്കെ ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നോക്കാം. മരച്ചീനി അതായത് കപ്പ, അതിലുണ്ടാവുന്നത് പ്രൂസിക് ആസിഡാണ്. പ്രൂസിക് ആസിഡിന് എന്താണ്? ക്രിയാശീലത കുറഞ്ഞ ആസിഡ്, അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ ആസിഡ് പ്രൂസിക് ആസിഡാണ്. അപ്പോൾ അതിലുള്ളത് എവിടെയാണ്? കപ്പയിലാണ് കേട്ടോ. അടുത്തത് ആപ്പിളും പൈനാപ്പിളും. ആപ്പിളിലും പൈനാപ്പിളിലുമുള്ള ആസിഡാണ് മാലിക് ആസിഡ്. നാരങ്ങയിലും ഓറഞ്ചിലും ഉള്ളതാണ് സിട്രിക് ആസിഡ്. പുളി, മുന്തിരി, വൈൻ ഇവയിലൊക്കെ ഉള്ളത് ടാർട്ടാറിക് ആസിഡാണ്. മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ ഗാലിക് ആസിഡ്. മാമ്പഴം ഗാലിക് ആസിഡ്. തേങ്ങാ വെള്ളത്തിൽ ആസിഡ് ഉണ്ട്. ഏതാണ്? കാപ്രിക് ആസിഡാണ് തേങ്ങാവെള്ളത്തിലുള്ളത്. കൊപ്ര എന്ന് ആലോചിച്ചാൽ മതി. തേങ്ങാവെള്ളം കാപ്രിക് ആസിഡ്. തേങ്ങാപ്പാലിൽ ഏതാണ്? ലോറിക് ആസിഡ്. തേങ്ങാപ്പാലിൽ ലോറിക് ആസിഡ്. മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൽ ലോറിയിൽ കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ തേങ്ങാവെള്ളം ഏതാണ്? കാപ്രിക് ആസിഡ്. തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ ലോറിക് ആസിഡ്. പാം ഓയിലിൽ ഏതാണ്? പാമിറ്റിക് ആസിഡാണ്. പേര് രണ്ടും തമ്മിൽ സിമിലർ ആണ്. പാം ഓയിൽ പാമിറ്റിക് ആസിഡ്. ഒലിവ് ഓയിലാണെന്നുണ്ടെങ്കിൽ ഒലിയിക് ആസിഡ്, അതും സിമിലർ ആണ്. ഒലിവ് ഓയിൽ ഒലിയിക് ആസിഡ്. എണ്ണയിലുള്ളത് സ്റ്റിയറിക് ആസിഡാണ്. സ്റ്റിയറിക് ആസിഡാണ് എണ്ണയിലുള്ളത്. പാലിലുള്ളത് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ് അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓരോ വസ്തുക്കളിലുള്ള ആസിഡുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കി പോകുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താ? പാലിൽ നമ്മൾ പറഞ്ഞു ലാക്റ്റിക് ആസിഡാണ്. ഇനി പാൽ ഉൽപ്പന്നങ്ങളാണെന്നുണ്ടെങ്കിലും അവയിലുള്ളതും ഏത് തന്നെയാണ്? ലാക്റ്റിക് ആസിഡ് തന്നെയാണ്. പേശികളിലുള്ള ആസിഡും ലാക്റ്റിക് ആസിഡാണ്. പേശികളിലും ലാക്റ്റിക് ആസിഡാണ്. അതുപോലെ തന്നെ വാഴപ്പഴത്തിൽ ഓക്സാലിക് ആസിഡാണുള്ളത്. വാഴപ്പഴം ഓക്സാലിക് ആസിഡ്. ചുവന്ന ഉള്ളിയിൽ ഉള്ളതും ഓക്സാലിക് ആസിഡാണ്. ചോക്ലേറ്റ്, അതുപോലെ തന്നെ കുരുമുളക് ഇവയിലൊക്കെ എന്താണ്? ഓക്സാലിക് ആസിഡാണ്. വാഴപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ്, കുരുമുളക് ഇവയിലൊക്കെ ഓക്സാലിക് ആസിഡാണുള്ളത്. അടുത്തത് ഉറുമ്പ്, തേനീച്ച, കടന്നൽ, റബ്ബർ. ഓക്കെ, ഉറുമ്പ്, തേനീച്ച, കടന്നൽ, റബ്ബർ ഇവയിലൊക്കെ ഉള്ളത് ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡ്. വിനാഗിരിയിലാണെന്നുണ്ടെങ്കിൽ അസറ്റിക് ആസിഡാണ്. അതുപോലെ ഉള്ളി, നമ്മുടെ സവോളയിലുള്ളത് സൾഫേനിക് ആസിഡ്. സൾഫേനിക് ആസിഡാണ്. ഡിറ്റർജൻറ്റുകളിലുള്ള ആസിഡിൻ്റെ പേരാണ് സൾഫോനിക് ആസിഡ്. സൾഫോനിക് ആസിഡ്.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.